കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി എൻ കുമ്പളെ സ്കൂളിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും BJP പ്രവർത്തകർ ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിൽ പ്രതിഷേധവുമായി എത്തുകയും അതേ തുടർന്നുണ്ടായ ദൃശ്യങ്ങൾ അത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ഒപ്പം BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനിക്കെതിരായ ട്രോൾ മഴയായി മാറുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ആ ട്രോൾ നിറയുകയാണ്. ML അശ്വിനി തന്നെ നമുക്കിപ്പോൾ ചേരുകയാണ്. ട്രോളൊക്കെ കണ്ടിരുന്നോ? ട്രോളൊക്കെ കണ്ടു വീഡിയോ കണ്ടു. അത് കണ്ടിട്ട് ഞാനൊരു കോമഡി ആയിട്ട് എടുത്തിട്ടുള്ളത്. അതിനൊക്കെ ഒരു പ്രശ്നവും ഇല്ല. ബിക്കോസ് ഇത് ഇന്നലെ ഇങ്ങനെ ആവും ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. ബിക്കോസ് ഞങ്ങൾ വിചാരിച്ചത് ഒരു സിമ്പിളായിട്ട് ശാന്തിപരമായിട്ടുള്ള പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാർ ഉണ്ടായത് തൊട്ടടുത്ത് തന്നെ നമുക്ക് ഒരു 2-3 ബസ്സിൻ്റെ ആൾക്കാർ റെഡി ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ കളക്ടറേറ്റിൽ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വിളിച്ചു വരണമാന്ന്. അപ്പോൾ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു കോളേ മതിയായിട്ടുണ്ടായിരുന്നു അവരെ വിളിച്ച് വരുത്താൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ ഇത്രക്ക് ഇങ്ങനെ ആവാൻ കാരണം മുസ്ലിം ലീഗിൻ്റെ അണികളാണ്. അവരെ പേടിച്ചുകൊണ്ട് പോലീസുമാർ ഞങ്ങളെ പ്രവർത്തകന്മാരെ അറസ്റ്റ് ചെയ്തു. അത് BJP ജില്ലാ പ്രസിഡന്റും പിന്നെ യുവമോർച്ച ജില്ലാ പ്രസിഡന്റിന് ജില്ലാ ജനറൽ സെക്രട്ടറിയും പിന്നെ യുവമോർച്ച ജില്ലാ പ്രസിഡന്റിന് അവർ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടാകുമ്പോൾ ഞാൻ എൻ്റെ പ്രവർത്തകന്മാരെ കൂടെ നിൽക്കും. അവർക്ക് ഒരു കാര്യങ്ങൾ സംഭവിക്കുന്നു ഞാൻ വിടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ ജീവൻ കൊടുത്തിട്ടായിട്ട് അവരെ സംരക്ഷിക്കും. ആ നിലപാടാണ് എനിക്കുള്ളത്. അങ്ങനെയാണ് ഞാൻ പോലീസിൻ്റെ ജീപ്പിന് മുമ്പാകത്ത് പോയിട്ടായിട്ട് ഞാൻ തടഞ്ഞു. ഇപ്പോൾ ട്രോൾ വന്നത് ജീപ്പിൻ്റെ പിറകുവശത്ത് നിന്ന് തള്ളുന്നു എന്നുള്ള രീതിയിലാണ്. ഫുൾ വീഡിയോ കൊടുക്കുന്നില്ലല്ലോ മാധ്യമക്കാർ. ആ പകുതി വീഡിയോ കൊടുത്തിട്ടു. ഞാൻ ഫസ്റ്റ് ഫ്രണ്ടിൽ പോയിട്ടിട്ട് നമ്മളെ പ്രവർത്തകന്മാർ അവിടെ വന്നു. അപ്പോൾ ഇത് ബാക്കിൽ ജീപ്പ് എടുത്തു. ബാക്കിൽ പോവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തു, ഇവർ ഫ്രണ്ടിലുണ്ടല്ലോ പറഞ്ഞ് ഞാൻ ബാക്കിൽ പോയി. അങ്ങനെ ബാക്കിൽ പോയിട്ടാകുമ്പോൾക്ക് എൻ്റെ പ്രവർത്തകന്മാർ എൻ്റെ കാൾ ഉഷാറ അതിന് എൻ്റെ ബാക്കിൽ തന്നെ വന്നു. അങ്ങനെ വന്നത് കൊണ്ടാണ് ജീപ്പ് മുമ്പോട്ട് പോയി. ഇത്ര ട്രോൾ ആയത് റീസൺ ഇതാണ് ആക്ച്വലി. അവിടെ വനിതാ പോലീസിൻ്റെ കുറവുണ്ടായിരുന്നു, നിങ്ങൾ വനിതകളുണ്ടായിരുന്നു. ഒരു വനിതയെങ്കിലും മുമ്പിൽ നിന്നിരുന്നെങ്കിൽ ഇന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഇല്ലപ്പോൾ അങ്ങനെ എനിക്ക് ബിക്കോസ് നോക്കൂ, അങ്ങനെ നമുക്ക് തടഞ്ഞു വെച്ചിട്ട് ഒന്നും ഇത് അല്ല. നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ആ സിറ്റുവേഷൻസിൽ ഞങ്ങളെ പ്രവർത്തകന്മാർക്ക് എന്ത് അവർക്ക് മെൻ്റലി ഉള്ളതെന്ന് പറഞ്ഞെങ്കിൽ BJP ജില്ലാ പ്രസിഡന്റ് മാത്രമാണ്. അവരെവിടെ പോയി അവരെ കൂടെ നിൽക്കണമെന്ന് മാത്രം അവർക്കുണ്ടാവും. ഞാൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പുറകിൽ വന്നിട്ടാകുമ്പോൾ എൻ്റെ പുറകിൽ അവർ വന്നു. അപ്പോൾ ഇതിൽ എനിക്കൊരു സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ട്രോളേഴ്സ്മാർക്ക് ഒരു കണ്ടന്റ് ഉണ്ടായി. അവർക്ക് എൻ്റെ വീഡിയോ വെച്ചുകൊണ്ട് റീച്ചും ലൈക്കും കിട്ടി. ഇതിൽ വേണമെങ്കിൽ അവർ സുഖിക്കോട്ടെ. പിന്നെ ഇത് ചിരിക്കാത്തവർ പോലും ചിരിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ആസ്വദിച്ചോ? ഞാനും ആസ്വദിച്ചു. ഇങ്ങനെ എനിക്ക് ഇതെല്ലാം ഒരു സില്ലി ആയിട്ട് ഞാൻ കാണും, കോമഡി ആയിട്ട് കാണും. സോ അങ്ങനെ അവർ സുഖിക്കുന്നുണ്ടെ സുഖിക്കട്ടെ. സോ ഇതിൽ എനിക്ക് ഒരു പ്രശ്നമില്ല. ഇത് ഇങ്ങനെ ആയല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനി വിഷമമായിട്ട് ഞാൻ വീട്ടിലിരിക്കുന്നുമില്ല. ഇതിൻ്റെ ഇനിയും ട്രോൾക്ക് ഞാൻ നിങ്ങൾക്ക് ഇതാക്കി കൊടുക്കാം. ട്രോൾ ആക്കിക്കൊണ്ട് സുഖിച്ചോളൂ. കാര്യം ഇന്നലെ അതിനുശേഷം വന്നത് നിങ്ങളുടെ സംസാര രീതി, മലയാളത്തിനായി ഒന്നമർത്തുക, കന്നഡയ്ക്കായി രണ്ടമർത്തുക എന്നൊക്കെ പറഞ്ഞുള്ളൊരു ട്രോൾ കൂടി വന്നു. അത് കണ്ടിരുന്നു? ഞാൻ കണ്ടിരുന്നു. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു കർണാടകക്കാരിയാണ്. ബാംഗ്ലൂരിൽ ജനിച്ചിട്ട് വളർന്നിട്ട് വന്നവളാണ്. ഞാൻ മലയാളം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പഠിച്ചതും പോലും ഇംഗ്ലീഷ് മീഡിയം. ഒരു സബ്ജക്റ്റ് ലാംഗ്വേജ് കന്നഡ ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു, ഹിന്ദി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന ശേഷം പോലും എൻ്റെ വീട്ടിൽ എനിക്ക് മലയാളം അറിയില്ല. എല്ലാവരും എൻ്റെ തുളു സംസാരിക്കുന്നതാണ്. ഈ രാഷ്ട്രീയത്തിന് വന്ന ശേഷം മാധ്യമങ്ങളെ കാണണമല്ലോ, അതൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ മലയാളം പഠിച്ചത്. അതും നിങ്ങൾക്കറിയാം, MP ഇലക്ഷൻ സമയത്ത് നിങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോഴും എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. ഇപ്പോഴാണ് ഇത്രയും സംസാരിക്കുന്നത്. അതിലെനിക്ക് അഭിമാനമുണ്ട്. ഒരു കുറവില്ല. ഇപ്പോൾ എൻ്റെ പോലെ അറ്റ്ലീസ്റ്റ് ഇവിടുത്തെ ആൾക്കാർ കന്നഡ സംസാരിച്ച് കാണിക്കട്ടല്ലേ. ഇപ്പോൾ അവർ പറയൂ, ഒന്ന് മലയാളം പഠിച്ചിട്ട് വാ, ഇത് ഏത് മലയാളം, നീ ബംഗാളിയാണോ, ഏടുന്ന് വന്നിട്ടുള്ളത് എന്നല്ല പറയൂ. അതിൽ എനിക്ക് ഒരു വിഷമമില്ല. ബിക്കോസ് ഐ എം ഫീലിംഗ് വെരി പ്രൗഡ്. ബിക്കോസ് നമുക്ക് ഇത്രയെങ്കിലും മലയാളം സംസാരിക്കാൻ അറിയുന്നുണ്ടല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ അവർ കണ്ടന്റ് ഇടുന്നുണ്ട്, എൻ്റെ കണ്ടന്റിന് താഴെ മലയാളത്തിൽ കമൻറ്റ് ഇടുന്നുണ്ട്. അതെനിക്ക് വായിക്കാൻ അറിയുന്ന. അപ്പോൾ എനിക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ ദയവചെയ്ത് ഇനി മുതൽ ആ കമൻറ്റ്സുകൾ ഇംഗ്ലീഷിലോ കന്നഡത്തിലോ ഇട്ടെങ്കിൽ ഞാനത് വായിച്ചിട്ടായിട്ട് മനസ്സിലാക്കിക്കൊള്ളാം. സോ വെറുതെ നിങ്ങൾ മലയാളത്തിൽ കമൻറ്റ് ഇട്ടിട്ട് വേസ്റ്റ് ആക്കണ്ട. നിങ്ങളൊരു ചലഞ്ച് കൊടുക്കുകയാണ്, പറ്റുവാണെങ്കിൽ കന്നഡ പഠിക്കുന്നത്. യെസ്, പറ്റുമെങ്കിൽ എൻ്റെ പോലെ സംസാരിക്കുന്ന രീതിയിൽ നിങ്ങൾ കന്നഡ സംസാരിച്ച് കാണിച്ചു കൊടുക്കുന്നു. എന്തായാലും ML അശ്വിനിയുടെ നിലപാട് വ്യക്തമാണ്. ഇത്തരം ട്രോളുകൾ കൊണ്ടൊന്നും പിന്തിരിഞ്ഞു പോകില്ല. ഇനിയും ശക്തമായി സമരരംഗത്തുണ്ടാകും, സംസാര രംഗത്തുണ്ടാകും. കന്നഡയും മലയാളം കലർന്ന് തന്നെ സംസാരിക്കുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. വിനോദ് മെല്ലക്കൊപ്പം പ്രദീപ് നാരായണൻ, 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.